കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീമാൻ കെ സുധാകരൻ, AICCയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീമാൻ താരിഖ് അൻവർ, AICCയുടെ ജനറൽ സെക്രട്ടറിയും മുൻ മുഖ്യമന്ത്രിയുമായ ശ്രീമാൻ ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ VD സതീശൻ, മുൻ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും മുൻ പ്രതിപക്ഷ നേതാവുമായ ശ്രീമാൻ രമേശ് ചെന്നിത്തല, KPCCയുടെ മുൻ അധ്യക്ഷന്മാർ ശ്രീമാൻ K മുരളീധരൻ, ശ്രീമാൻ MM ഹസൻ, AICCയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാർ ശ്രീമാൻ P വിശ്വനാഥൻ, ശ്രീമാൻ ഐവാൻ ഡെസൂസ, ശ്രീമാൻ PV മോഹനൻ, വർക്കിംഗ് പ്രസിഡന്റുമാരായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ നോമിനേറ്റ് ചെയ്ത ശ്രീമാൻ കൊടിക്കുന്നിൽ സുരേഷ്, ശ്രീമാൻ PT തോമസ്, ശ്രീമാൻ T സിദ്ദിഖ്, ബഹുമാന്യരായ നേതാക്കന്മാരെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹപ്രവർത്തകന്മാരെ, മാധ്യമങ്ങളിൽ നിന്ന് വന്നു ചേർന്ന പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, KPCC അധ്യക്ഷനായി എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീമാൻ K സുധാകരൻ ചുമതലയേൽക്കുന്ന ചടങ്ങാണിത്. മഹാരഥന്മാരായ ഒട്ടേറെ ത്യാഗധനന്മാർ അലങ്കരിച്ച അത്യുന്നത പദവിയിലേക്കാണ് അദ്ദേഹം കാലെടുത്ത് വെക്കുന്നത്. പൂർവ്വസൂരികളായ ആ മഹാന്മാരെയെല്ലാം ഞാൻ ആദരപൂർവ്വം അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ സുധാകരനും അദ്ദേഹത്തിൻ്റെ സഹഭാരവാഹികൾക്കും ഞാൻ സർവമംഗളങ്ങളും ആശംസിക്കുന്നു. ശ്രീ സുധാകരനെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിക്കാൻ നായകനായി നിയോഗിച്ചത്. സകല തലങ്ങളിലും നടന്ന വിശാലമായ ചർച്ചകളിലൂടെയാണ് പാർട്ടി തീരുമാനമെടുത്തിട്ടുള്ളത്. ശ്രീമതി സോണിയാജിയും ശ്രീ രാഹുൽജിയും ഞാൻ പ്രത്യേകമായി അത്തരമൊരു തീരുമാനം എടുത്തതിന് ഹൃദയപൂർവ്വം എൻ്റെ അഭിനന്ദനം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, കേരളത്തിൻ്റെ ചുമതലയുള്ള നമ്മുടെ പ്രിയ സ്നേഹിതൻ കൂടിയായിട്ടുള്ള ജനറൽ സെക്രട്ടറി ശ്രീമാൻ താരിഖ് അൻവർ എന്നിവരെയും ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കാം. MP-മാർ, MLA-മാർ, മറ്റു തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ നേതാക്കന്മാർ, സർവോപരി കോൺഗ്രസിൽ അടിമുടി മാറ്റം ആഗ്രഹിക്കുന്ന കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകന്മാരെയും ഞാൻ ഈ സന്ദർഭത്തിൽ എൻ്റെ അനുമോദനം അറിയിക്കുന്നു. 2.5 വർഷം മുമ്പ് ഇതേ ഹാളിൽ വെച്ചാണ്, KPCCയുടെ ഇതേ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഞാൻ അധികാരം ഏറ്റുവാങ്ങിയത്. സോണിയാജി, രാഹുൽജി, AK ആന്റണി തുടങ്ങിയിട്ടുള്ള നമ്മുടെ നേതാക്കന്മാർ അവരെല്ലാവരും കലവറയില്ലാത്ത പിന്തുണയാണ് എനിക്ക് നാളിതുവരെ നൽകിയിട്ടുള്ളത്. ഇത്തരമൊരു ചടങ്ങിൽ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എൻ്റെ പ്രകാശഗോപുരമായിട്ട് വർത്തിച്ച ദിവംഗതയായ ഇന്ദിരാജിയും രാഹുൽജിയും ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ലീഡർ ശ്രീ K കരുണാകരൻ, പ്രിയപ്പെട്ട ശ്രീമാൻ K കരുണാകരൻ, അദ്ദേഹം എനിക്ക് നൽകിയിട്ടുള്ള അളവറ്റ സ്നേഹ വാത്സല്യത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അത്രയേറെ കടപ്പാട് എനിക്ക് അവരുടെ എല്ലാവരോടുമുണ്ട്.
പ്രത്യേകിച്ച് ശ്രീമൻ AK ആന്റണി അന്നത്തെ ഉദ്ഘാടന പ്രസംഗം നടത്തിയ ആ നിമിഷം ഞാൻ ഓർത്തെടുക്കുകയാണ്. ആദർശനിഷ്ഠയുള്ള ഒരു നേതാവിൽ നാം കേട്ട ഒരു പ്രസംഗമായിരുന്നു ആ പ്രസംഗം. ഒരു പുതിയ നെറേറ്റീവ് കേരളത്തിലെ കോൺഗ്രസിന് വരച്ചു വെച്ച ദിശാബോധവും അതുപോലെ തന്നെ പാർട്ടിയിലെ പ്രവർത്തകന്മാർക്ക് പ്രചോദനം നൽകിയ ഒരു പ്രസംഗമായിട്ടാണ് എല്ലാവർക്കും അന്ന് അനുഭവപ്പെട്ടത്. പ്രസിഡന്റ് പദവി എന്നെ സംബന്ധിച്ച് സത്യസന്ധമായി വിലയിരുത്തുമ്പോൾ ഒരു കടുത്ത വെല്ലുവിളിയായിട്ടായിരുന്നു ഞാൻ കണ്ടത്. കേന്ദ്രത്തിലും കേരളത്തിലും അധികാരം നഷ്ടപ്പെട്ട് കോൺഗ്രസിന് തിരിച്ചു വരികയില്ല എന്ന് എല്ലാവരും വിധി എഴുതിയ ആ ചരിത്രത്തിലെ വിഷമകരമായ സാഹചര്യം. അതുകൊണ്ട് തന്നെ ദൗത്യം വളരെ വളരെ വലുതായിരുന്നു. പ്രതിസന്ധികളാട്ടെ അതിലേറെ വളരെയേറെ പ്രയാസപൂർണമായതായിരുന്നു അന്നത്തെ പ്രതിസന്ധിപൂർണമായ കാലഘട്ടം. കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു വ്യവസ്ഥ മാത്രമാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിന് മുമ്പാകെ ഞാൻ വെച്ചത്. അത് എനിക്ക് സമ്പൂർണമായ സഹായ സഹകരണം കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് എനിക്ക് ലഭിക്കണം എന്ന ഒരൊറ്റ നിബന്ധന മാത്രമാണ് ഞാൻ ഹൈക്കമാൻഡിന് മുമ്പിൽ അന്ന് വെച്ചത്. ശ്രീമാൻ രമേശ് ചെന്നിത്തലയും ശ്രീമാൻ ഉമ്മൻചാണ്ടിയും ഞാൻ എല്ലാ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. അവരെനിക്ക് ഈ നിമിഷം വരെ പരിപൂർണമായ സഹായ സഹകരണം നൽകിയിട്ടുണ്ടെന്ന കാര്യം ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അവിടെ എനിക്ക് കടപ്പാടുണ്ട്, അവിടെ എനിക്ക് നന്ദിയുണ്ട്. ആ കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുന്നതോടൊപ്പം അവിടെ എനിക്ക് കടപ്പാടുണ്ട്, അവിടെ എനിക്ക് നന്ദിയുണ്ട്. ആ കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുന്നതോടൊപ്പം അവരൊറ്റ കാരണമാണ് ഈ പാർട്ടിയെ ഒന്നിച്ചൊന്നായി അണിനിർത്തിക്കൊണ്ട് മുന്നോട്ട് പാർട്ടിയിൽ ഒരു ഉറപ്പുവരുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പലപ്പോഴും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരോടും എൻ്റെ സംസ്ഥാന ഭാരവാഹികളോടും എല്ലാ തലത്തിലും പ്രവർത്തിക്കുന്ന നേതാക്കന്മാരോടും കർക്കശത്തിന്റെ ഭാഷയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാൻ ഓർക്കുന്നു. അച്ചടക്കവും ഐക്യവും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ആ നിലപാട് ഞാൻ സ്വീകരിച്ചത്. ആഭ്യന്തര ജനാധിപത്യം പാർട്ടിയുടെ എല്ലാ തലത്തിലും ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇന്റേണൽ ഡെമോക്രസി അത് ഉറപ്പുവരുത്താതെ ഒരു സെമി കേഡർ പാർട്ടി പോലും അല്ലാത്ത കോൺഗ്രസിന് മുന്നോട്ട് പോകാനും ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാധിക്കില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഡിസ്കസ്, ഡിബേറ്റ് ആൻഡ് ഡിസെന്റ് അതായിരുന്നു എൻ്റെ തീരുമാനം. ആ തീരുമാനത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ മുന്നോട്ട് പോയത്. ജനാധിപത്യത്തിന്റെ കാതലും അത് തന്നെയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ ജനാധിപത്യത്തിന്റെ പ്രാഥമികമായ തത്വങ്ങൾ എനിക്കും നിങ്ങൾക്കുമൊക്കെ തന്നെ പഠിപ്പിച്ചു തന്നത് മഹാനായ ജനാധിപത്യ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായ നേതാവ് മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ജനകീയ അടിത്തറയുള്ള അച്ചടക്കമുള്ള ഒരു പ്രസ്ഥാനമായി ഈ പ്രസ്ഥാനത്തെ മാറ്റുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഒരു മഹാസൗധത്തിന് ശക്തമായ അസ്ഥിവാരം ഉണ്ടായ മതിയാവുകയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം തന്നെ സഹകരിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ മൈ ബോത്ത് മൈ പ്രൈഡ് എന്ന ഏറെ എല്ലാവരും തന്നെ പ്രകീർത്തിച്ച നമ്മുടെ താഴെത്തട്ടിലെ സംഘടനാ പുനഃസംവിധാനം എൻ്റെ ബൂത്ത് അഭിമാനം. ആ പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് പോയപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ പ്രയാണത്തിലേക്കുള്ള ശരിയായ ഒരു ദിശയിലേക്ക് ഈ പാർട്ടിയെ നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഉറച്ച തീരുമാനമായിരുന്നു. 25,000 ബൂത്ത് പ്രസിഡന്റുമാരെ നമുക്ക് തെരഞ്ഞെടുക്കാൻ സാധിച്ചു. അതോടൊപ്പം 25,000 മഹിളകളായിട്ടുള്ള സഹോദരിമാരെ കണ്ടെത്തിക്കൊണ്ട് ബൂത്തിന്റെ ഉപാധ്യക്ഷ സ്ഥാനം അവർക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ച ആ ചരിത്ര മുഹൂർത്തം. രാഹുൽജി ആയിരുന്നു അന്ന് പാർട്ടിയുടെ അധ്യക്ഷൻ. മറൈൻ ഡ്രൈവിൽ നടന്ന ആ മഹാസംഗമത്തിൽ അദ്ദേഹം സംസാരിച്ച കാര്യം നമ്മൾ ആരും മറന്നുപോയിട്ടില്ല.
പിന്നെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി അന്നത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തലത്തിലും പാർട്ടിക്ക് മുന്നൊരുക്കം നടത്തണം, പാർട്ടിയെ സകല തലത്തിലും ശക്തിപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആരംഭിച്ച നമ്മുടെ ജനമഹായാത്ര, അതും ലക്ഷ്യത്തിലേക്കുള്ള മറ്റൊരു പ്രയാണമായിരുന്നു. ഓരോ ദിവസം ജനമഹായാത്ര പിന്നിടുമ്പോഴും ജനമത് നെഞ്ചോട് ചേർത്ത് ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് വികാരനിർഭരനായി അന്നത്തെ യാത്രയുടെ നായകൻ എന്ന രൂപത്തിൽ ആ യാത്ര വിജയിപ്പിക്കാൻ വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട നിങ്ങൾക്കെല്ലാം തന്നെ ബോധ്യപ്പെട്ട കാര്യം. എല്ലായിടത്തും നമ്മുടെ പരിപാടികളിൽ ആബാലവൃദ്ധം ആളുകൾ, ആയിരങ്ങൾ, അവരെല്ലാം തന്നെ പങ്കെടുത്ത് അതിനെ വിജയിപ്പിക്കുന്ന കാഴ്ചയും നമുക്ക് ദർശിക്കാൻ സാധിക്കേണ്ടത്. അവരുടെ മനസ്സുകളെ, അവരുടെ ഹൃദയത്തുടിപ്പുകളെ തൊട്ടറിയാൻ വേണ്ടി അന്ന് തന്നെ നമുക്ക് സാധിക്കേണ്ടായി. വർഗീയ ഫാസിസത്തെ ഇന്ത്യയുടെ മണ്ണിൽ നന്നേക്കുമായി തുടച്ചു മാറ്റണം. ജനങ്ങളുടെ ആവേശകരമായ പങ്കാളിത്തം അതുകൊണ്ട് തന്നെയാണ് വർദ്ധിതമായ രൂപത്തിൽ ഓരോ പരിപാടിയിലും നമുക്ക് കാണാൻ സാധിച്ചത്. BJPയുടെ വർഗീയ ഫാസിസവും അതുപോലെ CPMന്റെ സോഷ്യൽ ഫാസിസവും തുറന്നു കാട്ടാൻ വേണ്ടി ആ ജനമഹായാത്രയിലൂടെ നമുക്ക് സാധിച്ചു എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ജനമഹായാത്ര മുന്നോട്ട് പോയപ്പോൾ ഞാൻ നിങ്ങളെ നോക്കി പറഞ്ഞു, കേരളീയ പൊതുസമൂഹത്തെ നോക്കി പറഞ്ഞു, 2020 ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ കക്ഷി 20 സ്റ്റേറ്റുകൾ നേടിക്കൊണ്ട് ഞങ്ങൾ വിജയിക്കുമെന്ന കാര്യം ഞാൻ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇപ്പോൾ എന്താണ് സ്ഥിതി? നമുക്കെല്ലാം തന്നെ അറിയാം. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം കോൺഗ്രസ് MP-മാരെ അയച്ച സംസ്ഥാനമെന്ന ഖ്യാതി നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു. അതിൻ്റെ ഉടമകൾ നിങ്ങളാണ്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും അവകാശപ്പെടാൻ സാധിക്കുന്നത് നിങ്ങളുടെ അവിരാമമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് എന്ന് ഞാൻ വിലയിരുത്തുന്നു. എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. നിങ്ങൾക്കും ഈ കാര്യത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷവും ചാരിതാർത്ഥ്യവും ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ വിജയത്തിലേക്ക് നമ്മുടെ പാർട്ടിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന നിങ്ങളുടെ എല്ലാവരെയും ഞാൻ നന്ദിപൂർവ്വം അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം മതേതര ജനാധിപത്യ പൊതുമനസ്സ്, ആ പൊതുമനസ്സ് നമ്മുടെ കൂടെ നിന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഉജ്ജ്വലമായ മാതൃകാപരമായ ഇന്നലെ വരെ കോൺഗ്രസിന് കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കാത്ത ഇത്രയും വൻപിച്ച വിജയം നമുക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചത്. ഒരു കാര്യം കൂടി, നിങ്ങൾ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ആ പണക്കിഴിയുടെ കാര്യം നിങ്ങൾ മറക്കരുത്. ഒരു ചെറിയ ധനസഹായമായിരിക്കാം അത്, പക്ഷെ കഴിഞ്ഞ 2.5 വർഷക്കാലമായി ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത് നിങ്ങൾ നൽകിയ നാണയത്തുട്ടുകളാണ് എന്ന കാര്യം ഞാൻ നന്ദിയോടുകൂടി അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. വികാരത്തോടു കൂടിയാണ് ഞാൻ ആ കാര്യം ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ആരുടെ മുമ്പിലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കൈനീട്ടേണ്ടി വന്നിട്ടില്ല. കാര്യങ്ങൾ ഭംഗിയായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ നിമിഷം വരെ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്വകാര്യം കൂടി ഞാൻ പറയട്ടെ. ഒരു വർഷം കൂടി അതിഭംഗിയായി കാര്യങ്ങൾ നമുക്ക് നടത്തിക്കൊണ്ടുപോകാനുള്ള സാമ്പത്തികമായ സൗകര്യം നമുക്കിപ്പോഴുണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന കാര്യവും ഞാൻ അറിയിക്കുന്നു. ഇതാരുടെയും മുമ്പിൽ കൈനീട്ടിയത് കൊണ്ടല്ല, ഏതെങ്കിലും സ്ഥാപിത താല്പര്യത്തിന് മുമ്പിൽ നമ്മൾ പോയി മുട്ടുമടക്കിയത് കൊണ്ടല്ല. നിങ്ങളാണ് ഈ പാർട്ടിയുടെ നട്ടലും, നിങ്ങളാണ് ഈ പാർട്ടിയുടെ എല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നിങ്ങളുടെ സഹായ സാധനം കൊണ്ടാണ് ഈ പാർട്ടിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിച്ചത്. നാളെയും അത്തരം ഒരു പ്രവർത്തന ശൈലി നിങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചാൽ നമ്മുടെ പാർട്ടി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതിൽ ഞാൻ പരാജയപ്പെട്ടു എന്നല്ലേ പറയുന്നത്? അതെ, നമുക്ക് തിരിച്ചടി ഉണ്ടായി. പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലേക്ക്, പ്രത്യേകിച്ച് നവമാധ്യമങ്ങളുടെ ലോകത്ത് വിൽക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് കണ്ണോടിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ
LDF ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഐക്യജനാധിപത്യ കക്ഷികൾക്കാണ് കിട്ടിയതെന്ന കാര്യം ഇലക്ഷൻ കമ്മീഷൻ സൈറ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. CPM-ഉം അതുപോലെ BJP-യും തമ്മിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ധാരണയുണ്ടാക്കിയെന്ന് ഞാൻ തുടരെ പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നു കാണുകയില്ല. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഉള്ള എല്ലാ നിയോജകമണ്ഡല കണക്കുകൾ പരിശോധിച്ച് പഠിച്ച ശേഷമാണ് നമ്മൾ കൃത്യമായി ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2ാം ദിവസം ഇന്ദിരാഭവനിലെ മീഡിയ ഹാൾ വെച്ച് പത്രലേഖന്മാരുടെ മുമ്പായി കൃത്യമായിട്ട് ആ കണക്ക് നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചത്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ BJP-യും CPM-ഉം ധാരണയുണ്ടാക്കിയിരിക്കുന്ന കാര്യം ആദ്യമായി കേരള പൊതുസമൂഹത്തെ വിളിച്ച് അറിയിച്ചത് ഞാനാണ് എന്നതിന് അഭിമാനപുരസ്സരം പറയാൻ ആഗ്രഹിക്കുന്നു. കൃത്യമായ വിവരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്തരമൊരു കാര്യം കേരളത്തിലെ ജനങ്ങളെ എല്ലാത്തിനും അറിയിക്കാൻ ആഗ്രഹിച്ചത്. ഈ നിമിഷം വരെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്തസ്സുള്ള നേതാവാകട്ടെ അല്ലെങ്കിൽ BJP-യുടെ മറ്റുള്ള ഏതെങ്കിലും നേതാവാകട്ടെ എന്റെ പ്രസ്താവനയെ ചോദ്യം ചെയ്തിട്ടില്ല എന്നതല്ലേ പരമാർത്ഥം. പക്ഷേ അന്ന് തന്നെ മാധ്യമങ്ങൾ എന്നെ പുച്ഛിക്കേണ്ടായി. എന്തിന് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തണം? എന്റെ സ്വന്തം പാർട്ടിക്കാർ പോലും ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല എന്ന ദുഃഖം എന്റെ മനസ്സിലുണ്ട്. അവസാനം എന്ത് സംഭവിച്ചു? RSSന്റെ ഐഡിയോളഗ് ശ്രീമാൻ ബാലാശങ്കർ, ആ ബാലാശങ്കർ കൃത്യമായിട്ട് ഒരു വെളിപാട് രൂപത്തിൽ കേരളത്തെ ജനങ്ങളെ നോക്കിക്കൊണ്ട് ശക്തമായിട്ട് പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടതെന്ന കാര്യം ഞാൻ മറക്കുന്നില്ല. പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ഇത് ആവർത്തിക്കാൻ പോകുന്നു. ഈ അവിശുദ്ധമായ കൂട്ടുകെട്ട് അവിടെയും ആവർത്തിക്കുന്നു എന്ന കാര്യവും ഞാൻ സൂചിപ്പിക്കേണ്ടായി. ജാഗ്രതയോടെ ഞാൻ തുടരെ പറഞ്ഞ കാര്യവും ഞാൻ ആവർത്തിക്കുകയാണ്. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ വളരെ ആസൂത്രിതമായി സെലക്റ്റീവായി RSSും CPM-ഉം തമ്മിൽ ഈ ധാരണ നടപ്പിലാക്കാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യവും ഞാനൊരു തോക്കീത് രൂപത്തിൽ പ്രബുദ്ധ കേരളത്തെ മതേതര ബോധമുള്ള ജനാധിപത്യപരമായിട്ട് ജനങ്ങളെ ഞാൻ അറിയിക്കേണ്ടായി. ആ മഞ്ചേശ്വരത്ത് ധാരണയുണ്ട് എന്ന കാര്യം ഞാൻ കാസർഗോഡ് പോയപ്പോൾ പറഞ്ഞു. ആ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ എല്ലായിടത്തും പോയപ്പോൾ ഈ കാര്യം ഞാൻ ആവർത്തിച്ച് പറയുകയുണ്ടായി. പക്ഷേ ആ ഫലപ്രഖ്യാപനം വന്ന ശേഷം എന്താണ് സ്ഥിതി? മഞ്ചേശ്വരത്ത് CPM-ന്റെ 3.6% വോട്ട് BJP-ക്ക് മറിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഗ്രാൻഡ് ഡിസൈനിന്റെ ഭാഗമായിട്ടാണിത്. മനസ്സിലാക്കണം. ആലോചിച്ചുറപ്പിച്ച അഖിലേന്ത്യാ തലത്തിലുള്ള തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് RSSും CPM-ഉം തമ്മിൽ ഈ ഒരു രഹസ്യധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഞാൻ പറയട്ടെ. കോൺഗ്രസ് മുക്ത ഭാരതം, അതാണല്ലോ CPM-ഉം BJP-യും നാളിതുവരെ ആഗ്രഹിച്ചത്. ഈ ബാന്ധവം തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല. ദേശീയ പ്രസ്ഥാന കാലത്ത് തന്നെ ഈ ബാന്ധവം തുടങ്ങിയിട്ടുണ്ട് എന്നും നിങ്ങൾ ഓർക്കണം. തീവ്ര ഹിന്ദുത്വ ശക്തികളുമായി ദേശീയ പ്രസ്ഥാന കാലത്ത് തന്നെ തുടങ്ങിയിട്ടുള്ള ആ വിശുദ്ധമായ കൂട്ടുകെട്ട്, 2 ശക്തികളും അന്ന് ദേശീയ പ്രസ്ഥാന കാലത്ത് ബ്രിട്ടീഷ് ഇംപീരിയലിസത്തിന്റെ ചാരന്മാരെ വർത്തിക്കുകയും സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റുകൊടുക്കുകയും ചെയ്ത ചരിത്രമാണ് 2 പാർട്ടികളെന്ന കാര്യം നമ്മൾ മറക്കരുത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കൊട്ടിഘോഷിച്ച വിജയത്തെക്കുറിച്ചാണല്ലോ CPM ഇപ്പോൾ പറയുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, ഇലക്ഷൻ കമ്മീഷൻ സൈറ്റ് നിങ്ങൾ എടുത്ത് പരിശോധിക്കണം. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസും CPM തമ്മിലുള്ള വോട്ടുകളുടെ വ്യത്യാസം എത്രയാണ്? കേവലം 0.26%, 0.26% CPM-നും കോൺഗ്രസിനും കിട്ടിയിരിക്കുന്ന വോട്ടുകളുടെ നേരിയ വ്യത്യാസം എന്ന കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട കാര്യമില്ല. ഒന്നിച്ചൊന്നായി ഐക്യത്തോടെ അച്ചടക്കത്തോടെ മുന്നേറിയാൽ നമുക്ക് ഈ രാജ്യത്തെ BJP-യും CPM-ഉം അടക്കമുള്ള
ഈ രാജ്യത്തെ വിഭാഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത രണ്ട് ഫാസിസ്റ്റ് ശക്തികളെയും നമുക്ക് നിലംപരിശാക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ BJP, RSS അവർ വർഗീയ ഫാസിസമാണ് ഈ രാജ്യത്ത് അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ നേരിടുന്ന ഏറ്റവും കടുത്ത വെല്ലുവിളി ഞാൻ വീണ്ടും നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. തീർച്ചയായിട്ടും അത് ഇന്ത്യൻ ഫാസിസത്തിന്റെ ദുർമുഖമായിട്ടുള്ള BJP മാർക്സും അഴിച്ചുവിടുന്ന വെല്ലുവിളി തന്നെയാണ്. ആ വെല്ലുവിളിയെ ചെറുത്ത് പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ ഈ രാജ്യത്ത് ശത്രുക്കളാണ്. അവർ ഈ നാട്ടിലെ ബഹുസ്വരതയെ, നമ്മുടെ മതനിരപേക്ഷ രാഷ്ട്രീയ ബോധത്തെ അവർ വെറുക്കുന്നു, അവർ വെല്ലുവിളിക്കുന്നു. അവരെല്ലായിടത്തും ചെറുത്ത് തോൽപ്പിക്കേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസുകാരായ ആത്മാഭിമാനമുള്ള സഹോദരി സഹോദരന്മാർക്കുണ്ട് എന്ന കാര്യവും ഞാൻ അനുസ്മരിക്കുന്നു. പിന്നെ വർഗീയ ഫാസിസവുമായി അതുപോലെ തന്നെ സോഷ്യൽ ഫാസിസ്റ്റുകളായിട്ടുള്ള CPM-മായി അഭ്യുക്തമായ ബന്ധമാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത്യന്തം ആപൽക്കരമായ നീക്കമാണിത്. സോഷ്യൽ ഫാസിസ്റ്റുകളും അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഹൈന്ദവ ഫാസിസ്റ്റുകളും കൈകോർത്ത് പിടിച്ചിരിക്കുന്നു. അപകടമായ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുണ്ടാക്കിയ അവിശുദ്ധ ബന്ധത്തിന്റെ ജാരസന്തതിയാണ് രണ്ടാം പിണറായി സർക്കാർ എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? ന്യൂനപക്ഷ വിഭാഗങ്ങൾ, വിശിഷ്യ മുസ്ലിം സഹോദരന്മാരും ക്രൈസ്തവ സഹോദരന്മാരും പരമ്പരാഗതമായി കോൺഗ്രസിനോടൊപ്പം നിൽക്കുക വിഭാഗമാണെന്ന കാര്യം മറക്കരുത്. അതുപോലെ ഒട്ടേറെ വിഭാഗങ്ങൾ നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വിശ്വാസരാഹിത്യം അവരുടെ മനസ്സിലുണ്ടായിരിക്കുന്നു, ഒരു വിശ്വാസ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. അതിന്റെ കാരണം എന്താണ് എന്ന് ആലോചിക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു. തീർച്ചയായിട്ടും അവരെല്ലാം തന്നെ കോൺഗ്രസിലേക്ക് തിരിച്ചു വരേണ്ടത് കാലഘട്ടത്തിൽ ആവശ്യമാണ്. ആ അനിവാര്യമായ ആവശ്യം തീർച്ചയായിട്ടും പുതിയ നേതൃത്വത്തിന് നിർവഹിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗത്തിലെ സഹോദരന്മാരോട് ഞാൻ വിനയത്തോടുകൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത പ്രസ്ഥാനമല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കേന്ദ്രത്തിലും കേരളത്തിലും നിങ്ങളുടെ ന്യായമായ അവകാശങ്ങളുടെ കൂടെ ഞങ്ങളല്ലാതെ ആരാണ് നിന്നത്? മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ന്യൂനപക്ഷങ്ങളെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമായി കാണുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, വാജുവടകം കൊണ്ട് ഈ നാട്ടിലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവർ വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഗൗരവപൂർവ്വം കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഈ കാര്യം ചിന്തിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കോൺഗ്രസിന് പകരം കോൺഗ്രസ് മാത്രമാണ്. ആ കോൺഗ്രസിനെ പോലെ മതേതരത്വ ജനാധിപത്യ മനസ്സുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്തില്ല. ആ കോൺഗ്രസ് തകർന്നാൽ ഇന്ത്യ തകരുമെന്ന കാര്യവും നിങ്ങൾ ഓർക്കണമേ എന്നാണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാറുള്ളത്. പിന്നെ നമ്മുടെ രാഷ്ട്രീയ സമരത്തിന്റെ മൂർച്ച കൂട്ടേ മതിയാവുകയുള്ളൂ. അതിന്റെ സമയം ഇത് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിജയപരാജയങ്ങളുടെ കഥയാണ് കോൺഗ്രസ് ചരിത്രമെന്ന കാര്യം നിങ്ങൾ മറക്കരുത്. കോൺഗ്രസ് തീർന്നുവെന്ന് പറഞ്ഞ ചരിത്രത്തിലെ നിർണായകമായ എല്ലാ മുഹൂർത്തങ്ങളിലും ആ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിച്ചത് നമ്മുടെ ഈ പ്രബുദ്ധമായ സംസ്ഥാനമാണ്. ചരിത്രം പരിശോധിക്കുമോ? അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് ഇതാ കുഴിച്ചു മൂടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ആ കോൺഗ്രസ് തിരിച്ചുവരവിന് നേതൃത്വം കൊടുത്തത് പ്രബുദ്ധ രാഷ്ട്രീയത്തിന്റെ ത്രിവർണ്ണ പതാക പറപ്പിച്ച നമ്മുടെ കേരള സംസ്ഥാനമാണ് എന്ന് നമ്മൾക്ക് മറക്കാൻ സാധ്യമല്ല. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ രാജ്യം ഒരു ബഹുസ്വര സമൂഹമാണ്. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ മന്ത്രം. ആ ബഹുസ്വരയുടെ ഉജ്ജ്വല മാതൃക ഏത് പ്രസ്ഥാനമാണ് എന്ന് ചോദിച്ചാൽ സംശയലേശമനെ നമുക്ക് പറയാൻ സാധിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പകരമായി ഈ രാജ്യത്ത് ബഹുസ്വരതയുടെ രാഷ്ട്രീയം, നാനാത്വത്വ ഏകത്വത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചു കൊടുക്കുന്ന ഒരു പാർട്ടി ഇന്ന് ഇന്ത്യ രാജ്യത്തില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഏതാണ് കോൺഗ്രസിന്റെ മാർഗം? സമന്വയമാണ് കോൺഗ്രസിന്റെ മാർഗം. ആ സമന്വയത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. സംഘർഷത്തിനും സംഘട്ടനത്തിനും ഈ പാർട്ടിയിൽ ഒരു പ്രസക്തിയും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. സമാധാനത്തിലൂടെയാണ് ഈ പാർട്ടി മുന്നോട്ട് പോയത്.
ശാന്തിയും സമാധാനത്തിലൂടെയും ഈ രാജ്യത്തിന് മഹാവിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത മഹാനായ വിപ്ലവകാരി ഗാന്ധിജിയുടെ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കാര്യം മറക്കരുത്. അതുകൊണ്ട് സമവായത്തിന്റെയും കൂട്ടായ്മയുടെയും മാർഗമാണ് നമ്മളെ എല്ലാ കാലത്തും വിജയത്തിലേക്ക് എത്തിക്കുകയും ആ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൽ നമുക്ക് കരുത്തും ശക്തിയും നൽകിയിട്ടുള്ള കാര്യവും നമുക്ക് മറക്കാൻ സാധ്യമല്ല. പിന്നെ കോൺഗ്രസ് അതൊരു മഹാസംസ്കാരമാണ്. അതിന്റെ കാവൽ ഭടന്മാരായി നമുക്കെല്ലാം തന്നെ ഒറ്റയ്ക്ക് ഒരേ മനസ്സോടുകൂടി ഒന്നിച്ചൊന്നായി അണിനിർത്തുകൊണ്ട് നമുക്കെല്ലാം തന്നെ മുന്നോട്ട് പോകാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസിന് കൊടുങ്കാറ്റായി തിരിച്ചു വരുന്ന കാര്യത്തിൽ ആർക്കും സംശയിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ് തിരിച്ചു വന്നേ മതിയാകുമെന്ന് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ പടിയിറങ്ങുന്നത് കോൺഗ്രസിന് തിരിച്ചു വരുമെന്ന് നിങ്ങളോടൊപ്പം പൊരുതാനും മുന്നോട്ട് നിങ്ങളോടൊപ്പം ഏതറ്റം വരെയും പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പടിയിറങ്ങുന്ന കാര്യവും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്നും നിങ്ങളാണ് എൻ്റെ കരുത്ത്. എന്നെ വിജയത്തിലെത്തിച്ചത് എൻ്റെ പൊതുജീവിതം തുടങ്ങിയ കാലത്ത് എൻ്റെ പ്രവർത്തകന്മാരാണ് എൻ്റെ ശക്തിയും എൻ്റെ കരുത്തുമായി എന്നും എൻ്റെ കൂടെ നിന്നത്. എൻ്റെ യാത്ര നിങ്ങൾ ഉടനീളം പരിശോധിച്ചു കഴിഞ്ഞാൽ, ആ ഗ്രാഫ് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, എൻ്റെ രാഷ്ട്രീയത്തിലെ ബാക്കി പത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന 10,000 കോൺഗ്രസ്സുകാരൻ്റെ കൂടെ മാത്രം സഞ്ചരിച്ച ചരിത്രമാണ് എനിക്കുള്ളത്. അതാണ് കോൺഗ്രസിന്റെ മാർഗമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പുതുതായി ചുമതലയേറ്റ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീമാൻ കെ സുധാകരൻ ഞാൻ സർവ്വ വിജയങ്ങളും ഈ സന്ദർഭത്തിൽ ആശംസിക്കാൻ ആഗ്രഹിക്കുന്നു. വർക്കിംഗ് അധ്യക്ഷന്മാരായി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നിയമിച്ച ശ്രീമാൻ കൊടിക്കുന്നിൽ സുരേഷ്, ശ്രീമാൻ പി ടി തോമസ്, ശ്രീമാൻ ടി സിദ്ദീഖ്, അവർക്കെല്ലാവർക്കും ഞാൻ വിജയം ആശംസിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. എനിക്ക് എല്ലാ ഘട്ടങ്ങളിലും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നന്ദി കെട്ടവനായിരിക്കും. എൻ്റെ കൂടെ എന്നും നിങ്ങളാണ്. ഈ പ്രസ്ഥാനത്തോടൊപ്പം നിന്നത് നിങ്ങളാണ്. ആ നിങ്ങളോട് എങ്ങനെ നന്ദി പറയണം എന്ന് എനിക്കറിയില്ല. ഞാൻ നന്ദി പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേരള പൊതുസമൂഹം നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തന്നെ കേരള പൊതുസമൂഹം ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയുണ്ടായി. അവർ കോൺഗ്രസ്സുകാരല്ല. ആ കോൺഗ്രസ്സുകാരല്ലാത്ത ഈ നാട്ടിലെ ഒരു വലിയ വിഭാഗം ആളുകൾ എൻ്റെ നിലപാടുകൾ അംഗീകരിച്ചുകൊണ്ട് ഈ ചരിത്രത്തിൽ ദശാസന്ധിയിൽ എനിക്ക് ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെ അവരോട് നന്ദി പ്രകാശിപ്പിക്കണം എന്നെനിക്കറിയില്ല. പിന്നെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകന്മാർ, ഞാൻ KPCC അധ്യക്ഷനായി 2.5 വർഷക്കാലം ഇവിടെ പ്രവർത്തിച്ചപ്പോൾ അവരെല്ലാം തന്നെ തികഞ്ഞ സഹകരണത്തോടു കൂടിയാണ് എന്നോട് പ്രവർത്തിച്ചത്. അവരെല്ലാം തന്നെ ആരോഗ്യകരമായ വിമർശനമാണ് നടത്തിയിട്ടുള്ളത്. അവിടെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. KPCC ഓഫീസിലെ ജീവനക്കാർ, ആ ജീവനക്കാർ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പാവങ്ങളാണ്. അവർക്ക് മതിയായ സൗകര്യങ്ങളൊന്നും പലപ്പോഴും നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അവരുടെ സേവനങ്ങളെ ഞാൻ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാതാവിനെ പോലെ സ്നേഹിച്ച, പ്രാണനെ പോലെ സ്നേഹിച്ച ഈ നാട്ടിലെ 10,000 കോൺഗ്രസ് പ്രവർത്തകന്മാരോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ആമുഖ ഭാഷണം അവസാനിപ്പിക്കുന്നു. ഈ വിടവാങ്ങൽ ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ചതിന്, ആ ചടങ്ങ് ഇത്രയും പ്രൗഢോജ്വലമായി മാറ്റാൻ സാധിച്ചതിന് നിങ്ങളെല്ലാവരോടും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.